അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അബ്ദുസ്സലാം വടകര. പരിശുദ്ധ ഹജ്ജിനായി 2024 മെയ് ജൂൺ മാസങ്ങളിൽ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചിയിൽ നിന്നും യാത്ര പുറപ്പെടാൻ പോകുന്ന ഹജ്ജാജിമാർ അതിൻ്റെ സാങ്കേതികമായ ക്ലാസ്സുകളും അതേപോലെ ഫിഖ്ഹിപരമായ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് വാക്സിനേഷനും പൂർത്തിയാക്കി അടുത്തതായി എയർപോർട്ടിലേക്ക് യാത്ര പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും രക്ഷയും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വാക്സിനേഷന് വേണ്ടി ഒരു ഹെൽത്ത് കാർഡ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ആ കാർഡ് അതിൻ്റെ 3-ാം പേജ് നമ്മളുടെ പേരും അഡ്രസ്സും കവർ നമ്പറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് 6-ാമത്തെ പേജിൽ ഗവൺമെൻറ് ഡോക്ടറെ കൊണ്ട് ഒപ്പുവെച്ച് അതിൽ സീലും വെച്ച് നമ്മൾ വാക്സിനേഷൻ സെൻറ്ററിലേക്ക് പോവുകയാണ് വേണ്ടത്. അവിടെ വെച്ച് 70 വയസ്സിന് താഴെയുള്ളവർക്ക് ഓരോ വാക്സിനും 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു എക്സ്ട്രാ ഡോസും അവിടെ വെച്ച് നൽകുന്നതാണ്. കൂടാതെ ഹജ്ജ് അപേക്ഷാ സമയത്ത് അറവ് നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണം ഓൺലൈനായി എല്ലാവരും അടച്ചിട്ടുണ്ടാകും. അഥവാ ടിക്ക് ചെയ്യാൻ വിട്ടുപോയവർ അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് അതിൻ്റെ തുക അടക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിൻ്റെ റിയാലായ 680-700ഓളം റിയാൽ അതിനുവേണ്ടി കയ്യിൽ കരുതേണ്ടതുമാണ്. ഓരോരുത്തരുടെയും പേരുകൾ ഷെഡ്യൂൾ ആവുന്നതനുസരിച്ച് അതിൻ്റെ വളണ്ടിയേഴ്സ് വിളിച്ചറിയിക്കുന്നത് പ്രകാരം അതാത് എയർപോർട്ടുകളിൽ 24 മണിക്കൂറും അതിൻ്റെ മുമ്പുമായിട്ട് എത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതായിരിക്കും. തലയിൽ തേക്കുന്ന എണ്ണ അതിൻ്റെ ആവശ്യാനുസരണം അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകാം. അതേപോലെ കൂടുതൽ ലിക്വിഡായിട്ടുള്ള വസ്തുക്കൾ അനുവദിക്കുന്നതല്ല. അതുപോലെ കാർബോർഡുകളിൽ സാധനങ്ങൾ കെട്ടി കൊണ്ടുപോകാനും അനുവദിക്കുന്നതല്ല. പകരം ബാഗ്, പെട്ടി, സുട്ട്കേസ് തുടങ്ങിയവ ഉപയോഗിക്കണം. ഒരാൾക്ക് 20ൻ്റെ 2 കെട്ടുകളാണ് കൊണ്ടുപോകാൻ സാധിക്കുക. കയ്യിൽ 7 കിലോ ലഗേജും കൊണ്ടുപോകാൻ സാധിക്കും. അത്യാവശ്യം കഴിക്കുന്ന മരുന്നുകൾ ഈ ലഗേജിലും ഹാൻഡ് ബാഗേജിലും അങ്ങനെ 3 സൂക്ഷിച്ചു കഴിഞ്ഞാൽ വല്ല കാരണവശാലും ഏതെങ്കിലും ഒരു ബാഗ് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് കഴിക്കാനുള്ള ഗുളിക കുറച്ചെങ്കിലും അതിലുണ്ടാകും. അത്യാവശ്യം കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടുപോകുന്ന ആളുകൾ പ്രത്യേകം ഡോക്ടറുടെ കുറിപ്പടികൾ, പ്രിസ്ക്രിപ്ഷൻ അതിൻ്റെ കൂടെ കരുതേണ്ടതാണ്. ഗൾഫ് നാടുകളിൽ നിരോധിച്ച മരുന്ന്, ഗുളിക, ലഹരി വസ്തുക്കൾ പോലുള്ളതൊന്നും, കസ്കസ് പോലുള്ള സംഭവങ്ങളൊന്നും ആരും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് അവിടെ ബുദ്ധിമുട്ടിലാകാൻ കാരണമാകും. ഗവൺമെൻറ് ഹജ്ജിൽ ഈ വർഷം പോകുന്ന ആളുകൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ 150 പേർക്ക് ഒരു അമീർ എന്ന നിലക്കാണ് ആളുകൾ ഉള്ളത്. നമ്മൾ എത്തിപ്പെടുന്ന ആ രാജ്യത്തുള്ള നിയമങ്ങൾ കർശനമായും പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ്. നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ആയതിനാൽ അവിടെ എത്തി കൂട്ടം കൂടിയിരുന്ന് കുത്തിയിരിപ്പ് സമരം, പ്രകടനം, ഏതെങ്കിലും പാർട്ടിയുടെ മറ്റു രാജ്യങ്ങളുടെയോ കൊടി പിടിച്ചുള്ള പ്രകടനം ഇവയൊന്നും അവിടെ അനുവദിക്കാത്തതാണ്.
ഇത്തരം പ്രവൃത്തികളിലേക്ക് ആരും ഏർപ്പെടാനും പാടില്ല. നിയമപരമായി വളരെ തെറ്റാണ്. ഹാജിമാരെ സഹായിക്കുവാൻ ഖാദിമുൽ ഹുജ്ജാജ് എന്ന് പറയുന്ന ഓഫീസർ ഒരു അമീറായിട്ട് കൂടെ ഉണ്ടാകും. കൂടാതെ അവിടെ ഹജ്ജ് കാര്യ മന്ത്രാലയവും ഇന്ത്യയുടെ എംബസിയുമായി ബന്ധപ്പെട്ട് ഓഫീസർമാരും ഓഫീസും ഒക്കെ ഈ സീസണിൽ അവിടെ പ്രവർത്തിക്കും. കൂടാതെ മറ്റു സന്നദ്ധ സംഘടനകളും ഹാജിമാരെ സഹായിക്കാൻ അവിടെ ഉണ്ടാകാറുണ്ട്. വർഷങ്ങളായി അവരും ഹാജിമാരെ സഹായിക്കുന്നുണ്ട്. ഇനി ആദ്യമായി വിമാനത്താവളത്തിൻ്റെ ഉള്ളിലേക്കും അതുപോലെ ആദ്യമായി വിമാന യാത്ര ചെയ്യുന്നവർക്കുമുള്ള ചെറിയ നിർദ്ദേശങ്ങളാണ്. നമ്മളൊരു ഗ്രൂപ്പായി ലൈനായി നമ്മളെ കയ്യിലുള്ള ബാഗെല്ലാം ഒരു ട്രോളിയിൽ വെച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പോലീസ് ഓഫീസർ, സെക്യൂരിറ്റി തുടങ്ങിയവരൊക്കെ നമ്മളുടെ കയ്യിലുള്ള പാസ്പോർട്ട്, പോകാനുള്ള ടിക്കറ്റ്, ബോർഡിംഗ് പാസ് എന്നിവ പരിശോധിച്ച് നമ്മളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വിമാനത്തിൻ്റെ ആ ഒരു കൗണ്ടറിൽ എത്തിയാൽ നമ്മളുടെ പാസ്പോർട്ട്, അതേപോലെ ടിക്കറ്റ്, ബോർഡിംഗ് പാസ് എന്നിവ അവിടെ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളടുത്തുനിന്ന് വാങ്ങുന്ന ലഗേജുകളൊക്കെ അവർ തൂക്കി നോക്കി വിമാനത്തിലേക്ക് ആ ലഗേജുകൾ അവർ കൊടുത്തു വിടുന്നതാണ്. തുടർന്ന് നമ്മളുടെ പാസ്പോർട്ട്, ബോർഡിംഗ് പാസ് എന്നിവ നമ്മളുടെ കയ്യിലേക്ക് തിരിച്ചു തരുന്നതും നമ്മൾ കൊടുത്ത ബാഗിൽ, പെട്ടിയിലൊക്കെ അവർ നമ്മളുടെ സ്റ്റിക്കർ ഒട്ടിച്ച് ആ 1-2 സ്റ്റിക്കർ നമ്മളുടെ ബോർഡിംഗ് പാസിലും തിരിച്ചു ഒട്ടിക്കുന്നതും ആയിരിക്കും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ യാത്രാ പോയിൻ്റായ ജിദ്ദ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം അവിടുന്ന് നമുക്കത് തിരിച്ചറിയാനും ഈ സ്റ്റിക്കർ കുറേ ഉപകാരപ്പെടും. അതിൽ നമ്മളുടെ പേര്, യാത്ര ചെയ്യുന്ന ഡേറ്റ്, വിമാനത്തിൻ്റെ നമ്പർ തുടങ്ങിയ കാര്യങ്ങളും ഒരു ബാർകോഡും ആ സ്റ്റിക്കറിൽ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ പൂർത്തീകരിച്ചതിന് ശേഷം ഹാൻഡ് ബാഗുമായി എമിഗ്രേഷൻ കൗണ്ടറിലേക്കാണ് പിന്നീട് പോകുന്നത്. എമിഗ്രേഷൻ കൗണ്ടറിൽ നമ്മളുടെ പാസ്പോർട്ട്, ബോർഡിംഗ് പാസ് എന്നിവ കാണിച്ച് അവിടെ നിന്നും സീൽ ചെയ്തതിന് ശേഷം പാസ്പോർട്ട്, ബോർഡിംഗ് പാസ് എന്നിവ നമുക്ക് തിരിച്ചു തരുന്നതും അതൊക്കെ വാങ്ങി നമ്മളുടെ കയ്യിലുള്ള കവറിൽ, കയ്യിലുള്ള ബാഗിൽ അത് സൂക്ഷ്മമായി വെച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയുമാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു ഹാളിൽ നിരവധി കസേരകളും അതേപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റും ഒക്കെ അവിടെ ഉണ്ടാകും. ആ വിമാനത്തിൻ്റെ പുറപ്പെടൽ സമയം ആകുമ്പോൾ അവരത് വിളിച്ചറിയിക്കുകയും കൂടെയുള്ളവർ നമ്മളെ ഉണർത്തുകയും ചെയ്യും. തുടർന്ന് നമ്മൾ വീണ്ടും പാസ്പോർട്ടും ബോർഡിംഗ് പാസുമെല്ലാം കാണിച്ച് ദേഹപരിശോധനയൊക്കെ നടത്തി, ദേഹപരിശോധന നമ്മൾ വിമാനത്തിൽ പോകുന്ന സമയത്ത് ആയുധങ്ങളോ മറ്റു വസ്തുക്കളോ ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടില്ല എന്ന് പരിശോധിക്കുന്നതിനും മറ്റുമാണ് അവർ നമ്മളെ വീണ്ടും ഒന്ന് പരിശോധിക്കുന്നത്. സ്ത്രീകൾക്ക് സ്ത്രീകളും പുരുഷന്മാർക്ക് പുരുഷന്മാരായ സെക്യൂരിറ്റി, പോലീസ് ഓഫീസർമാരൊക്കെയാണ് അവിടെ ഉണ്ടാവുക. അതിനുശേഷം നമ്മളെ വിമാനത്തിലേക്ക് കയറുവാൻ വേണ്ടി അനൗൺസ്മെൻറ്റോടുകൂടി അതിൽ നിന്ന് നമ്മളെ വിളിച്ചറിയിക്കുന്നതും അതനുസരിച്ച് വിമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളെ സ്വാഗതം ചെയ്ത് അവർ നമ്മളുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസൊക്കെ ഒന്നുകൂടെ പരിശോധിച്ച് വിമാനത്തിലേക്ക് കയറുവാൻ സഹായിക്കും. അങ്ങനെ നമ്മളുടെ ബോർഡിംഗ് പാസിൽ
ഉള്ള സീറ്റ് നമ്പർ പ്രകാരമാണ് ഓരോരുത്തരും ഇരിക്കുക. അത് വിമാനത്തിനുള്ളിലുള്ള ജീവനക്കാർ നമ്മൾക്ക് ആ സീറ്റുകൾ കാണിച്ചു തരുന്നതും ആയിരിക്കും. അങ്ങനെ നമ്മൾ വിമാനത്തിൻ്റെ അകത്ത് കയറി നമ്മളെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് നമ്മളുടെ തലക്ക് മുകളിലുള്ള ഈ ബാഗ് വെക്കുന്ന ഒരു പ്രത്യേക ഷെൽഫിൽ അത് വെച്ച് അതിൻ്റെ ഡോറ് അടച്ച് നമുക്ക് ആ വിമാനത്തിൻ്റെ സീറ്റിൽ ഇരിക്കാവുന്നതും, അതിൽ ഒരു സീറ്റ് ബെൽറ്റുണ്ട്, അത് നമുക്ക് ആവശ്യാനുസരണം കുടുക്കി അവിടെ ഇരിക്കാവുന്നതുമാണ്. അങ്ങനെ എല്ലാ യാത്രക്കാരും ഇരുന്നതിന് ശേഷം വിമാനത്തിലെ ഒരു ജീവനക്കാരൻ അല്ലെ ഒരു ജീവനക്കാരി ഈ വിമാനം പുറപ്പെടുന്നതിനെ പറ്റിയും മറ്റുള്ള അതിൻ്റെ സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിച്ച് കാണിച്ചു തരുന്നതുമായിരിക്കും. വിമാനം പൊങ്ങുന്ന സമയത്തും വിമാനം ഇറങ്ങുന്ന സമയത്തും നിർബന്ധമായും നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നൊക്കെയുള്ള സൂചനകളാണ് അവർ നമുക്ക് ആക്ഷൻ അഥവാ ആംഗ്യത്തിലൂടെയും സംസാരത്തിലൂടെയും പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മളുടെ ലക്ഷ്യസ്ഥാനമായ ജിദ്ദ എയർപോർട്ടിൽ എത്തിയാൽ അവിടെ വെച്ച് നമ്മൾ ഇരിക്കുന്ന സീറ്റ് ബെൽറ്റൊക്കെ അഴിച്ച് നമ്മളെ ബാഗ് തലക്ക് മുകളിലുള്ള ആ ഷെൽഫിൽ നിന്നും തിരിച്ചെടുത്ത് ആ ഡോറൊക്കെ അടച്ച് നമ്മൾ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതും, അതനുസരിച്ച് എമിഗ്രേഷൻ കൗണ്ടറിൽ അവർ നമ്മളെ പാസ്പോർട്ടുകൾ പരിശോധിച്ച് നമുക്ക് സീല് വെച്ച് പാസ്പോർട്ട് വീണ്ടും തിരിച്ചു തരുന്നതുമാണ്. തുടർന്ന് നമ്മൾ ലഗേജ് എടുക്കുന്ന സ്ഥലത്ത് പോവുകയും അവിടെ നമ്മളുടെ ലഗേജുകൾ ഇങ്ങനെ ഒരു റൗണ്ടായി തിരിഞ്ഞു വരുന്നതും കാണാം. അങ്ങനെ അതും എടുത്ത് നമ്മൾ ട്രോളിയിൽ വെച്ച് നമ്മളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ചേർന്ന് ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി അവിടെ ബസ് കാത്ത് നിന്ന് അവിടെ നിന്ന് ബസ് കയറി നമ്മളുടെ ലക്ഷ്യസ്ഥാനമായ ഹറമിലേക്ക് അവിടെയുള്ള റൂമിലേക്ക് പുറപ്പെടുകയുമാണ്. ആദ്യമായി ഒരു വിദേശയാത്ര, ഒരു വിമാനയാത്ര, ഒരു ഹജ്ജ് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഉപകാരപ്പെടും എന്ന് ഉദ്ദേശിച്ചാണ് ഈ വോയിസ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.